കർണാടകയിൽ SITയുടെ നേതൃത്വത്തിൽ അവിടെ തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. 13ാം പോയിന്റിൽ തെരച്ചിൽ നടക്കുകയാണ്. മറ്റ് ചില ഡെവലപ്മെന്റ്സ് കൂടി ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. കൂടുതൽ പേർ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്നു, അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്നു. കൂടുതൽ പേർ ഈ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഭയം മാറ്റിവെച്ച് രംഗത്തേക്ക് വരുന്നത് നമ്മൾ അത് കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ടതാണ്. അങ്ങനെ കൂടുതൽ പേർ രംഗത്ത് വരുമ്പോഴായിരുന്നു ഡി ഗ്യാങ്ങിന്റെ ഭീഷണിയും മറ്റും അവിടെ ഉണ്ടായത്. അതിനെ തുടർന്ന് തെരച്ചിൽ തടസ്സപ്പെട്ടിരുന്നു. പക്ഷേ ആ തെരച്ചിൽ ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. 13ാം പോയിന്റിൽ തന്നെ തെരച്ചിൽ നടക്കുന്നു. മറ്റ് ചില ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചും തെരച്ചിൽ നടത്താനുള്ള നീക്കങ്ങളുണ്ട്. ഒപ്പം ഈ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്നതിൽ അത് +2 വിദ്യാർത്ഥിനിയായിരുന്ന പത്മലതയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, അതിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് SITക്ക് ഇപ്പോൾ അവരുടെ ബന്ധുക്കൾ പരാതി നൽകിയിരിക്കുന്നത്. വർഷങ്ങൾ നീണ്ട നിയമയുദ്ധമാണ് ഈ പത്മലതയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നടന്നത്. പക്ഷേ അപ്പോൾ പോലും അവർക്ക് നീതി അകലെയായിരുന്നു. ആ പെൺകുട്ടിക്ക് +2 വിദ്യാർത്ഥിനിയായിരുന്ന പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നത് അറിയില്ലായിരുന്നു. ആ സ്കൂളിൽ നിന്ന് ആ സ്കൂൾ അധികൃതരുടെ തന്നെ വണ്ടിയിൽ കയറിപ്പോയി എന്ന വിവരം മാത്രമേ ഉള്ളൂ. അതിനുശേഷം മറ്റൊരറിവും ഇതുവരെ ഉണ്ടായിരുന്നില്ല അവർക്ക് ആ കുട്ടിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു ആ കുട്ടിയുടെ പിതാവ്. ആ വ്യക്തിവൈരാഗ്യമാണ്, രാഷ്ട്രീയ പകപോക്കലും വ്യക്തിവൈരാഗ്യവും ഒക്കെയാണ് ആ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് നമ്മൾ സംശയിക്കപ്പെടുന്നത്. അങ്ങനെയാണ് ആ കുടുംബവും ആരോപിക്കുന്നത്. ആ ആരോപണം നിലനിൽക്കുമ്പോൾ തന്നെ അവർ സാധ്യമായ എല്ലാ നിയമ പോരാട്ടവും മകളുടെ നീതിക്ക് വേണ്ടി നടത്തി. പക്ഷേ അവർക്ക് നീതി ലഭിച്ചില്ല, യാതൊരു വിവരങ്ങളും ലഭ്യമായിട്ടില്ല. ഇപ്പോൾ SITയുടെ അന്വേഷണത്തിൽ അവർ പ്രതീക്ഷ വെക്കുകയാണ്. ആ പെൺകുട്ടിക്ക്, പത്മലതയ്ക്ക് എന്ത് സംഭവിച്ചു എന്നത് അറിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ ഇപ്പോൾ SITക്ക് പരാതി നൽകിയിരിക്കുന്നത്. 1986 86 ഡിസംബർ 22 എൻ്റെ അനിയത്തി അവൾ കോളേജിൽ പോയവള് പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ടില്ല. കോളേജ് ഡേക്കെന്നും പറഞ്ഞ് പോയത്, എന്നിട്ട് തിരിച്ചു വന്നിട്ടില്ല വീട്ടിലേക്ക്. പിന്നെ ഞങ്ങൾ അവിടെ പോയി തിരക്കിപ്പോൾ അവരുടെ പ്രിൻസിപ്പലും പറഞ്ഞു, ഫസ്റ്റ് പറഞ്ഞ് ഞങ്ങൾ തിരക്കാം അങ്ങനെയെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് അച്ഛൻ പോയി ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാ എന്ന് പറഞ്ഞാൽ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്നു. അച്ഛൻ ഇവിടെ 56 ദിവസം കഴിഞ്ഞിട്ടാണ്, അത്ര ദിവസം കണ്ടിട്ടില്ല. പോലീസ് കംപ്ലൈൻ്റ് കൊടുത്ത് അവർ തിരക്കുന്നെന്നൊക്കെ പറഞ്ഞ് എന്നാലും ബോഡി കണ്ടുകിട്ടിയില്ല. പിന്നെ 56 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ മീൻ പിടിക്കാൻ എന്തോ ആ സൈഡ് പോയി ആരോ കണ്ടിട്ട് പാർട്ടിക്കാരോട് ആരോട് പറഞ്ഞിട്ട് അവർ അച്ഛനെ അറിയിച്ചിട്ട് അച്ഛനെ കൈ രണ്ടും പിന്നെ കാൽ രണ്ടും കെട്ടിയേക്കുമായിരുന്നു. പിന്നെ സ്കെലട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ 56 ദിവസമായിരുന്നില്ല, ബോഡി ഫുള്ള് ഇതായിട്ടുണ്ടായിരുന്നു, ഡിക്കായിട്ടുണ്ടായിരുന്നു. ഇത് റീഓപ്പൺ ആവണം. ഞങ്ങൾ പറയാം ആരൊക്കെ ഈ കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്തത്, ആരൊക്കെ ബലാത്സംഗം ചെയ്ത് എല്ലാം ഞങ്ങൾ പറയാം. അവരെല്ലാം എൻക്വയറി ചെയ്യണം, റിപ്പോർട്ടാക്കി ക്ലോസ് ചെയ്ത് അത് ഓപ്പൺ ആവണം. ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ആരോപണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് കൊലപാതകങ്ങൾ സംബന്ധിച്ചുള്ള നിരവധി ആരോപണങ്ങളുണ്ട്. പക്ഷേ രാഷ്ട്രീയം കൂടി കലർന്നിട്ടുള്ള, ഇത് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു പിതാവ് എന്നതുകൊണ്ട് നടന്ന കൊലപാതകം, അങ്ങനെയുള്ളൊരു വ്യക്തി വൈരാഗ്യം കൂടി കാരണം ഉണ്ടായ ഒരു കൊലപാതകം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ കേസിൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടക്കണം എന്നതാണ് കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും 13ാം പോയിന്റ് കേന്ദ്രീകരിച്ച് ഇന്ന് പരിശോധനകൾ പുനരാരംഭിച്ചിട്ടുണ്ട് അവിടെ. അത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. മാത്രവുമല്ല മറ്റ് ചില സാക്ഷി ചൂണ്ടിക്കാട്ടുന്ന മാർക്ക് ചെയ്യാത്ത ഇടങ്ങൾ കേന്ദ്രീകരിച്ചും അവിടെ ഇന്ന് പരിശോധന നടക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ഇത് എന്ന് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞ ഇടത്ത് മൃതദേഹങ്ങൾ കുഴിച്ചിടുന്നത് കണ്ടു എന്ന് പറഞ്ഞ 6 സാക്ഷികൾ കൂടി രംഗത്ത് വന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വലിയ രീതിയിൽ പ്രതീക്ഷ നൽകുന്നു. അവിടെ തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കാനായിരിക്കുന്നു എന്നതാണ് ധർമ്മസ്ഥലയിലെ ഇന്നത്തെ അവസ്ഥ. SIT ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഊർജിതമായുള്ള തെരച്ചിലാണ് ഇപ്പോൾ ആ പ്രദേശത്ത് നടക്കുന്നത് എന്ന വിവരങ്ങളാണ് ധർമ്മസ്ഥലയിൽ നിന്നും ഉള്ളത്. നമ്മൾ